അയാളെന്തിനാ ഇന്ന് എന്നെ കാണുമെന്ന് പറഞ്ഞു രുദ്ര? എനിക്കറിയില്ല സ്വാതി, പക്ഷെ ഒന്ന് ഞാൻ പറയാം. ഇന്നേവരെ മോഹിച്ച എന്തും ഞാൻ സ്വന്താക്കിയിട്ടുണ്ട്. ഋഷിയെ ഞാൻ സ്വന്താക്കും. അത് ഈ രുദ്രാക്ഷയുടെ വാശിയാ. സ്നേഹമൊക്കെ പിടിച്ചു വാങ്ങിക്കാൻ കഴിയും രുദ്ര. വിട്ടുകൊടുക്കൽ ഒരു തരം സ്നേഹമാണിടോ. ഓഹോ, ഞാനങ്ങ് തേടിപ്പോയതല്ലോ. അയാളിങ്ങ് വന്ന് കയറിയതല്ലേ. എന്നിട്ട് അവസാനം ഒരു മോഡലായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല, എല്ലാവരും ഇന്ന് സ്വാതി തന്നെ എന്നോട് ഇത് പറയണം. അന്നേനെ നിർബന്ധിച്ച് ആർട്ടിക്കാലിൽ ഋഷിയുടെ ചിത്രപ്രദർശനം കാണിക്കാൻ കൊണ്ടുപോയത് താനാ. അന്ന് അയാൾ ഇങ്ങോട്ട് കയറി വന്ന് പറഞ്ഞതാ. നല്ല കണ്ണുകളാണ്, അയാൾ തേടി നടന്ന ഗ്ലോ ഉണ്ട്, ഒന്ന് മോഡലാവാൻ പറ്റുമെന്ന്. എന്നിട്ട് പ്രപ്പോസ് ചെയ്തപ്പോൾ ഐ വാസ് ജസ്റ്റ് എ മോഡൽ ഇഡിയറ്റ്. ആ വാശിക്ക് തന്നെയാ ഋഷിയുടെ വീട്ടിലെ ഒരു കല്യാണാലോചനയായിട്ട് ചെന്ന് തന്നെ. ഇപ്പം അയാൾ എന്നോട് യാചിക്കുക ഒഴിഞ്ഞേരാൻ. ഇന്നവരെ ഒന്നും എൻ്റെ കൈവിട്ട് പോയിട്ടില്ല. ഹീസ് മൈൻ, നത്തിങ് മോർ നത്തിങ് ലെസ്. ആ എക്സിബിഷനായിട്ട് ടോപ്പ് തന്നെ മതി. ഞാൻ പോയി കല്യാണം ഉറപ്പിച്ചിട്ട് വരാം. രുദ്ര, പക്ഷേ കൂടുതലൊന്നും പറയണ്ട. ഋഷി ഇങ്ങോട്ട് വിളിച്ച് എന്നോട് കോഫി ഷോപ്പിലേക്ക് ഒരു ക്ഷണം തന്നിരിക്കുന്നു. നമുക്ക് കാണാൻ സ്വാതി. നേരത്തെ ഇളം പച്ച കൂർത്തിയിടുമ്പോൾ എൻ്റെ ആത്മവിശ്വാസം വല്ലാതെ വളർന്നിരുന്നു. അയാൾ വരച്ച കടൽക്കരയിൽ മത്സ്യകന്യകയെ നോക്കിയിരിക്കുന്ന യുവാവിൻ്റെ ഛായാചിത്രത്തിലേക്ക് വീണ്ടും വീണ്ടും നോക്കി. പിന്നെ മെല്ലെ തിരിഞ്ഞ് സ്വാതിയോട് പറഞ്ഞു, ഇതുപോലെ ഋഷി എന്നെ ആരാധിക്കും. താൻ കണ്ടോളൂ. ബാഗ് എടുത്ത് മെല്ലെ കോഫി ഷോപ്പിലേക്ക് നടന്നു. എന്നെയും കാത്ത ഒഴിഞ്ഞ കോണിൽ കായലിന് അഭിമുഖമായി ഋഷി ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മെല്ലെ നടന്നു ചെന്നു. ചെരുപ്പ് തറയിൽ ഉരസുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞ ഋഷി എന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ അയാൾ വായിക്കുന്ന പുസ്തകം മടക്കി വെയിറ്ററോട് 2 കോഫിക്ക് ഓർഡർ നൽകി. ശേഷം എന്നെ ഋഷിക്കെതിരെയുള്ള കസേരയിലേക്ക് ക്ഷണിച്ചു. ഞങ്ങൾ പരസ്പരം പുഞ്ചിരിച്ചു. അടുത്ത നിമിഷം തന്നെ അയാൾ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം നീട്ടി ചോദിച്ചു, രുദ്രാക്ഷ വായിക്കാറുണ്ടോ? ഇടയ്ക്കൊക്കെ. അയാളെ മുഷിപ്പിക്കാതെ ഞാൻ ഉത്തരം പറഞ്ഞു. പക്ഷേ പുസ്തകത്തിൻ്റെ പേരെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ദി ലവ് ദാറ്റ് ഫീൽസ് റൈറ്റ്. വെയിറ്റർ കോഫി പകർത്തി പോയിട്ടും എൻ്റെ കണ്ണുകൾ ആ പുസ്തകത്തിൻ്റെ പുറം ചട്ടയിലൂടെ ഓടുന്ന കണ്ടിട്ടാവാം ഋഷി ചോദിച്ചു, ഒരു പേജ് വായിക്കാമോ? ഞാൻ അയാളെ മിഴിച്ചു നോക്കി. പിന്നെ വിരലുകൾ അറച്ചറച്ച് നീണ്ടു. സ്കൂളിലെ ചൂരൽ വടി ഓർമ്മ വന്നു. ടീച്ചർ ഞങ്ങളുടെ നേർക്ക് വലിച്ചെറിഞ്ഞ ടെസ്റ്ററിൻ്റെ വെളുത്ത ചോക്ക് പൊടിയും. ഞാൻ ആ പുസ്തകം എടുക്കാൻ തുനിഞ്ഞതും അയാൾ വേഗം ആ പുസ്തകം ചൂണ്ടുവിരലിനാലൊന്ന് കറക്കി നിർത്തി. ആ നിമിഷം ഋഷിയുടെ കണ്ണുകളിൽ ഒരു തിളക്കം മിന്നി. ഒരു നേർത്ത പുഞ്ചിരിയിൽ പൊതിഞ്ഞ് ഋഷി മെല്ലെ പറഞ്ഞു, മറ്റൊരാൾ കഥ വായിച്ചിരുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. നവമി സൂര്യകാന്തിയുടെ കഥ പറയുന്നവരെ എനിക്കിന്ന് ഓർമ്മയുണ്ട്. ഒരു തുലാവർഷ പെയ്ത്തിൽ ഓടിൽ വെള്ളം ഇറ്റിട്ട് വീഴുമ്പോഴാണ് ഇടിവെട്ടും പോലെ വേലുമാഷ അത് പറഞ്ഞത്. ഇന്നോട്ട് ക്ലാസ്സിൽ ഓരോരുത്തരായിട്ട് പാഠഭാഗം വായിക്കുകയാണ്. മാഷ അതിൻ്റെ വർണ്ണനയും പിന്നെ പരീക്ഷാ പേപ്പറിൽ എഴുതേണ്ട രീതിയൊക്കെ പറഞ്ഞുതരും. അതൊരു വൃത്തിയായിട്ട് ഏർപ്പാടായിരുന്നു. മാഷാണെങ്കിൽ നല്ല മുഴക്കുള്ള ശബ്ദത്തിൽ ഒരു ഈണത്തിൽ അങ്ങനെ വായിക്കും. പക്ഷേ എൻ്റെ കൂട്ടുകാരായ ഋഷിക്കും സ്വാമിക്കും ഒക്കെ വിക്കിയായിരിക്കും വായിക്കുക. എൻ്റെ ചെങ്ങായി അങ്ങനെ അരണ്ട് നിൽക്കുന്നത് നോക്കി നിൽക്കണം. പിന്നെ കഥയുടെ രസവും അങ്ങ് പോവും. ആരോടെങ്കിലും ഇടയ്ക്ക് വെച്ച് വായിക്കാൻ പറയുന്നതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് പുസ്തകത്തിലെ അക്ഷരങ്ങളിലേക്ക് തന്നെ തുറിച്ചു നോക്കിയിരിക്കണം. അങ്ങനെ ഇരിക്കുകയാണ് ഒരു നാള് സൂര്യകാന്തിയുടെ കവിത മാഷി ചൊല്ലിയത്. ദേഹം ഇന്നതിൻ ചൂടിൽ ദാഹിച്ചാൽ ദഹിക്കട്ടെ മോഹന പ്രകാശമൻ ആത്മാവ് ചുംബിച്ചല്ലോ. അവസാന വരി വീണ്ടും വീണ്ടും ആവർത്തിച്ച് മാഷി ചൊല്ലി. പിന്നെ ക്ലാസ്സിൽ എല്ലാവരോടും ചോദിച്ചു, ആർക്കാണ് സൂര്യകാന്തിയുടെ കഥ അറിയാന്ന്. മാഷിന്റെ ചോദ്യം അവസാനിച്ചു. എണ്ണ പുരണ്ട മുടിയൊതുക്കി ഡെസ്ക് നീട്ടിയ ശബ്ദത്തിൽ നീക്കി നവമി എഴുന്നേറ്റു. ഒരു നദി ഒഴുകും പോലെ ആ കവിത വായിച്ചു തുടങ്ങി. പിന്നെ ഓരോ വരിയിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കഥ പറയാൻ തുടങ്ങി. അരണ്ട ശബ്ദമല്ല, ശാന്തമായ സ്വരം. പിന്നെ കാവ്യകളിയുടെ പുസ്തകവായന മത്സരത്തിന് നവമിയുടെ പുസ്തകവായന കേൾക്കാനായിട്ട് മാത്രം ഞാൻ ആ തുളകളുള്ള ആടുന്ന ഡെസ്കിൽ ചാരി നിന്നു. ഓരോരോ ഭാവങ്ങൾ നവമിയുടെ കണ്ണിൽ മിന്നി മറയുകയായിരുന്നു. ഇടയ്ക്ക് സ്വരം ആർദ്രമാവുകയും ചിലപ്പോൾ വരിഞ്ഞു മുറുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടമായത് പ്രണയത്തിനെ കുറിച്ച് പറയുമ്പോൾ നവമിയുടെ സ്വരത്തിന് വരുന്ന വല്ലാത്ത ഭാവമായിരുന്നു. ഈ നിമിഷം വരെ പ്രണയത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ വർണ്ണന ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അന്ന് നവമി വായിച്ച വരികളായിരുന്നു എന്ന്. ദൈവം സാക്ഷി നിൽക്കുന്ന ഒരു നിമിഷം, ദൈവം കാവൽ നിൽക്കുന്ന ഒരു നിമിഷം. ആ നിമിഷത്തിൻ്റെ അദൃശ്യമായ പ്രേരണക്ക് കീഴടങ്ങി ദസ്തയോവ്സ്കി ആ വഴിയിൽ വെച്ച് അനയെ കെട്ടിപ്പുണർന്നു. ദുരന്തത്തിൻ്റെയോ മരണത്തിൻ്റെയോ ഗർത്തങ്ങളിൽ നിന്നൊരാത്മാവ് ദൈവീകമായൊരു നിമിഷത്തിൽ ഉയർത്തിയെഴുന്നേറ്റ് അനശ്വരതയുടെ ഏതോ ശിഖരത്തിൽ വെച്ച് അതിൻ്റെ ഇണയെ കണ്ടുമുട്ടുന്നത് പോലെയായിരുന്നു അത്. ഒരു സങ്കീർത്തനം പോലെ. മെല്ലെ മെല്ലെ എന്നിലൊരു പ്രണയം മുട്ടിട്ടു. നവമി ചേർന്ന അതേ കോളേജിൽ തന്നെ ഞാനും ചേർന്നു. മറ്റു കുട്ടികൾ കൂടെ ചേർന്ന് ഒരു കഥ എഴുതാൻ നിർബന്ധിച്ചു. ഇത്രയും മനോഹരമായ ഒരു കഥ വായിക്കുന്ന ആൾക്ക് നന്നായിട്ട് എഴുതാനും കഴിയും, തീർച്ച. പക്ഷേ എനിക്കതിന് കഴിയില്ലെന്ന് നവമി യാചനയോടെ പറഞ്ഞപ്പോൾ എങ്കിൽ ജീവിതത്തിൽ നടന്ന ഒരു ഏട് പകർത്താൻ പറഞ്ഞത് വരുണായിരുന്നു. പക്ഷേ ക്യാൻറ്റീൻ്റെ അവിടെ വെച്ച് ഞാൻ മെല്ലെ പറഞ്ഞു, പ്രണയത്തെക്കുറിച്ച് 2 വരി എഴുതാൻ. നവമി ഒരു കള്ളച്ചിരിയോടെ എന്നെ ഒന്ന് ചൂഴ്ന്നു നോക്കി.
ആ ഒരു നിമിഷം ഞാൻ ആകെ ഉരുകിപ്പോയി. കൈയെഴുത്ത് മാസിക കിട്ടിയപ്പോൾ ഞാൻ ആദ്യം തിരഞ്ഞ നവമിയുടെ കൈയക്ഷരമായിരുന്നു. നീണ്ട അക്ഷരങ്ങളിൽ കഥയുടെ പേര് നീലമഷിയിൽ എഴുതിയിരിക്കുന്നു, പ്രണയഗന്ധർവൻ. മനസ്സിൽ കോറിയിട്ട വരികൾ ഓടിയെത്തി. ഞാൻ ഗന്ധർവൻ, ചിത്രശലഭമാവാനും മേഘമാലകളാവാനും പാവയാവാനും പറവയാവാനും മാനാവാനും മനുഷ്യനാവാനും നിന്റെ ചുണ്ടിൽ മുത്തമിടാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി. എൻ്റെ കണ്ണുകൾ ആ അക്ഷരങ്ങളിലേക്ക് നീണ്ടു. മെല്ലെ എഴുത്തു വായിച്ചു തുടങ്ങി. പ്രണയഗന്ധർവൻ, മമ്മി കാശിനാഥ്. അഴകുള്ള പാറക്കല്ലുകളിൽ ഉരസിയും ഒഴുകിയും വരുന്ന മൺകുടത്തെ അലസതയോടെ വീക്ഷിച്ചും കടന്നുപോയ കാലങ്ങൾ ഇങ്ങനെ ഓർമ്മയിലൂടെ കടന്നുപോയി. ഗന്ധർവൻ എന്നോ ഉള്ളിൽ കുരുങ്ങിയൊരു കൗതുകമായിരുന്നു. പെൺകുട്ടികളെ തന്റെ മോഹവലയിൽ കുരുക്കുന്ന മയക്കുന്ന വാസനയുള്ള മനോഹരമായ ചിരിയും തന്റെ പ്രണയിനിക്കായി എന്തുമൊരുക്കാൻ മനസ്സുമുള്ള കാമുകൻ. ബാല്യത്തിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ ഗന്ധർവനുള്ളിൽ സുഖകരമായ ഒരു സ്വപ്നമായി മാറി. ഒരിക്കലെങ്കിലും ഗന്ധർവനെ നേരിൽ കാണുക എന്നത് ഏറ്റവും വലിയ ലക്ഷ്യമായി. അതിനായി ഓരോ മഞ്ഞത്തുള്ളികൾ പോലും ഗന്ധർവനെ തേടി. പക്ഷെ 9ാം ക്ലാസ്സിൽ വെച്ച് അമ്മയുടെ അടിയിൽ തീർന്നാണ് ഗന്ധർവന് വേണ്ടിയുള്ള തിരച്ചിൽ. ക്ലാസ് വിട്ട് തോട്ടുവക്കത്തൂടെ സൈക്കിൾ ഉരുട്ടി വരുമ്പോഴാണ് തിളങ്ങുന്ന കുപ്പി ശ്രദ്ധയിൽപ്പെട്ടത്. ചുവന്ന ഉരുണ്ടടപ്പുള്ള പച്ച നിറത്തിൽ നേർത്ത വെള്ളി നൂല് തുന്നി ചേർത്ത് പോലുള്ള ഒരു കുള്ളൻ കുപ്പി ചെന്തെങ്ങിന്റെ പോടിലിരിക്കുന്നു. ഗന്ധർവനെ കുപ്പിയിലാക്കി ഏതോ മന്ത്രവാദി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ചുറ്റും ആരെയും കാണുന്നില്ല. മെല്ലെ സ്റ്റാൻഡ് തട്ടി കുപ്പിയെടുത്തു. സ്കൂൾ വിട്ട് വന്നതാണല്ലോ, ആകെ മുഷിഞ്ഞു നാറിയിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടാൽ ഗന്ധർവന് ഇഷ്ടമായില്ലെന്ന് വരാം. തന്നെയുമില്ല, പൗർണമിക്ക് കണ്ടുമുട്ടിയാൽ ഗന്ധർവൻ ഒരിക്കലും എന്നെ വിട്ടു പോവില്ല. അതുവരെ ആരും കാണാതെ കുപ്പി സൂക്ഷിക്കണം. കുപ്പി ബാഗിലേക്ക് വെച്ച് വീട്ടിലേക്ക് നടന്നു. ആരും കാണാതെ പട്ടിക്കൂട്ടിനപ്പുറത്തുള്ള നീല കോളാമ്പിയുടെ ചുവട്ടിൽ പാത്തുവെച്ചു. കുളത്തിലെ നീരാടലൊക്കെ കഴിഞ്ഞു വന്ന് മൊന്തയിൽ നിന്ന് ചായ പകർത്തുമ്പോഴാണ് പുറത്തു വല്ലാത്ത ബഹളം കേട്ടത്. ടിപ്പു വല്ലാതെ കുരക്കുന്നുണ്ട്. അമ്മ ആ പട്ടിക്കൂടിനരികിൽ വെപ്രാളപ്പെട്ട് നിൽക്കുന്നു. ഒരു ചെറിയ ആൾക്കൂട്ടം. പടിഞ്ഞാറേ റോഡിലൂടെ ഓട്ടോ കുതിച്ചു വരുന്ന കടകട ശബ്ദം. പക്ഷേ പാത്രത്തിലിരിക്കുന്ന ഓട്ടടയും ശർക്കരപ്പാനിയും കണ്ടപ്പോൾ അടുക്കളപ്പടി കടന്നു തുടങ്ങിയ കാലുകൾ പിന്നോട്ട് വെച്ചു. സന്ധ്യയ്ക്ക് വിളപ്പ് വെപ്പൊക്കെ കഴിഞ്ഞ് മുത്തശ്ശിയുടെ മടിയിൽ കഥക്കായി വന്ന് ചാരിയിരിക്കുമ്പോഴാണ് പടിക്കെട്ട് കയറി അച്ഛൻ്റെ വരവ്. അമ്മ തോർത്തുമായിട്ട് വന്ന് അച്ഛനോട് ചോദിച്ചു വാസുവിന് എങ്ങനെയുണ്ടെന്ന്. ഭേദമുണ്ട്, ഇന്നൊരു ദിവസം അവിടെ കിടക്കട്ടെ എന്നാ ഡോക്ടർ പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ, പോയി കുളിച്ചു വരും, എന്നിട്ട് ആ വിശേഷം. ആരാമ്മ ആശുപത്രി കിടക്കുന്നേ? കണ്ണുകൾ മേടിച്ച് ഞാൻ ചോദിച്ചു. നമ്മുടെ പറമ്പിൽ വരുന്ന ആ വാസുവില്ലേ, അയാളാ. ആ കാച്ചിലിന് വെട്ടിക്കൂട്ടുന്നത് കണ്ടോണ്ടാ അച്ഛൻ ചായ എടുക്കാൻ വന്ന്. അച്ഛൻ ചായയായിട്ട് തിരികെ ചെല്ലുമ്പോൾ മൂക്കിന്ന് ചോരയും വന്ന് നിലത്തി കിടക്കുക. ഉടനെ അപ്പുറത്ത് ഓട്ടോ വിളിച്ച് കൊണ്ടുപോയി. അത് കേട്ട് ഞാനൊന്ന് ഞെട്ടി. പിന്നെ അറിയാത്ത പോലെ ചോദിച്ചു, അയാൾ മരിച്ചു പോവാമേ? മാടം കൊല്ലി വെട്ടിയതാവും കുട്ടി. നാളെ നേരം വെളുക്കും മുമ്പേ കാലം കൊണ്ടുപോകും തീർച്ച. മുത്തശ്ശി എന്നെ നോക്കി പറഞ്ഞു. അപ്പൊ മുത്തശ്ശി, ഈ ഗന്ധർവനില്ലേ, മൂപ്പര് ആണുങ്ങളെ കണ്ട ഉപദ്രവിക്കോ? ഞാൻ സംശയത്തിന്റെ അടുത്ത് കെട്ട് കഴിച്ചു. ഒവ്വ കുട്ടി, അവരെ കൊല്ലും. തൻ്റെ പെണ്ണിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു എന്ന് വരും. അത് കേട്ടോണ്ടെന്ന് അച്ഛൻ അരിശപ്പെട്ട് പറഞ്ഞു. മാടനും അല്ല ഗന്ധർവനും അല്ല, വിഷം അടിച്ചതാ. പക്ഷെ അവനെന്തിനാ നമ്മുടെ പറമ്പിൽ വെച്ച് കഴിച്ചെന്നാ മനസ്സിലാവാത്ത. കന്നിനെ വിറ്റ പൈസ അങ്ങനെ അങ്ങ് പോയി കിട്ടി. നമ്മുടെ പട്ടിക്ക് കൊണ്ട് അവിടെ ആ കുപ്പി അടക്കുന്നുണ്ട്. നാളെ ആയിട്ട് നമുക്ക് അവനോട് ചോദിക്കാം. അത്രയും കേട്ടപ്പോൾ ഞാൻ മടിച്ചു പറഞ്ഞു ഗന്ധർവനുള്ള കുപ്പി പൊക്കിയ കാര്യം. വിഷക്കുപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ഒരു ഗന്ധർവൻ, മിണ്ടി പോരുത്. അത്രയും പറഞ്ഞ അമ്മ 3-4 തല്ല് തന്നു. തല്ലുമ്പോഴും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഒന്നും കേട്ടില്ല. അത്രയും സുഖമായിരുന്നു ഓരോ അടിക്കും. വല്ലപ്പോഴും ഓങ്ങു എന്നതല്ലാതെ തട്ടിൻ പുറത്ത് കുത്തിയിരിക്കുന്ന നീളത്തിൽ വെട്ടിയെടുത്ത നെല്ലിൽ പുഴുങ്ങുമ്പോൾ ചെമ്പിലിട്ട് പുഴുങ്ങിയുണ്ടാക്കിയ ആ പുളിവടിയോട് എന്നൊരിക്കൽ തോന്നിയ സങ്കടവും സഹതാപവുമൊക്കെ അന്നത്തോടെ തീർന്നു. ഇത്രയും വേദനിപ്പിച്ചിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത ഗന്ധർവനോടുള്ള മമതയും അന്ന് പോയി കിട്ടി. പിന്നെ എന്തായിരുന്നു എഴുതിയിരുന്നു? പിന്നെയും എഴുതിയിരുന്നു പ്രണയത്തെക്കുറിച്ച്. അല്ല, അതുമാത്രമല്ല, നല്ല അഴകായി ജീവിതത്തിലെ പല പല അവസരങ്ങൾ എഴുതിയിരുന്നു. പക്ഷേ ഞാൻ നവമിയോട് സംസാരിച്ചതല്ല, ചർച്ച ചെയ്ത് പ്രണയത്തെക്കുറിച്ച് എഴുതിയവ മാത്രമായിരുന്നു. പക്ഷെ ഒരിക്കലും എൻ്റെ ഹൃദയം തുറക്കാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. എൻ്റെ ഡയറിയുടെ ആദ്യത്താളിൽ ആ വരി അതെൻ്റെ ഹൃദയത്തിൽ ഇന്നുമുണ്ട്. എൻ്റെ ഹൃദയം നിനക്കായി സമർപ്പിക്കുക എന്നാൽ തളിരിലകൾ നുള്ളി മനോഹരമായൊരു വസന്തത്തെ തടയുന്നത് പോലെ ഞാൻ സ്വാർത്ഥനായി പോവും സഖി. പൊഴിഞ്ഞ പൂവുകൾ വീണ വഴിത്താരയും മനോഹരമല്ലേടോ. പ്രണയഗന്ധർവൻ. നവമിക്കായി എഴുതി കീറിക്കളഞ്ഞ കത്തിലെ വരികൾ ഇന്നും ഉള്ളിലുണ്ട്. ഒരു ബന്ധവും സങ്കല്പിക്കാനില്ലാതെ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്തെന്ന് ചോദിച്ചാൽ
ഞാൻ എന്നെ തടഞ്ഞില്ലെങ്കിൽ തകരുന്ന ഒരു സൗഹൃദം. പിന്നെ ഒരിക്കലും ഒന്നും മിണ്ടാൻ പോലും ആവാതെ ഒരു വാക്കുകൊണ്ടോ ഒന്നുടക്കുന്ന മിഴികൾ കൊണ്ടോ നമുക്കിടയിൽ കാണില്ല. താൻ വീർത്ത് കിട്ടിയ മുഖത്തോടുകൂടി വീർപ്പ് മുട്ടുകയും ഞാൻ അതിനൊപ്പം ഉരുകയും ചെയ്യും. അതിലും നല്ലത് വല്ലപ്പോഴുമുള്ള കൂടിക്കാഴ്ചകളാണ്. ട്രെയിനിൻ്റെ ജാലകത്തിലൂടെയോ റോഡ് മുറിച്ച് കിടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരുപക്ഷെ ലൈബ്രറിയിലെ ഷെൽഫിൽ ഒരേ പുസ്തകം തിരയുന്നതിനിടയിലോ എവിടെയെങ്കിലും കാണാനുള്ള എൻ്റെ അവകാശത്തെ നശിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല സഖി. സംഗീതത്തിലും നമ്മളെ തേടാനുള്ള വെമ്പൽ മറ്റൊരാളുടെ ആണെന്നറിഞ്ഞിട്ടും വെറുക്കാൻ ശ്രമിക്കുന്ന ഓരോ രാവിലും വെറുതെ നിറയുന്നവ. എൻ്റെ മിഴികൾ നിറയുന്നുണ്ട്, ഇപ്പോഴും അവ നിറയുന്നുണ്ട്, പഴയതിലും ശക്തിയിൽ. അതെ, അവൾ മരിച്ചിരിക്കുന്നു. എങ്ങനെ മരിച്ചു? ഒരു കേൾവിക്കാരി എന്നതിലപ്പുറം എൻ്റെ ഉള്ളിൽ ആകാംക്ഷ നിറഞ്ഞുപോയിരുന്നു. ആത്മഹത്യയാണെന്നാണ് കേട്ടത്. പക്ഷേ എനിക്കറിയാം, നവമിക്ക് ഒരിക്കലും അതിന് കഴിയില്ല. ചുരുട്ടിപ്പിടിച്ച വിരലുകളിൽ ഒരു ആയുധം ഒളിപ്പിച്ച് ഞരമ്പുകളിൽ ആഴത്തിലിറക്കാനോ വളച്ചെടുത്ത തുണിക്കഷ്ണമോ കയറിൻ്റെ തുമ്പിലോ ആടി കളിക്കാനോ നവമി ഒരിക്കലും തുനിയില്ല. എന്നോളം ആഴത്തിൽ നവമിയെ പഠിച്ചവർ ചുരുക്കമാണ്, വളരെ ചുരുക്കം. ആ കുട്ടിയെ കൊന്നതാ. ആര്? ആ ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ കുറുകിപ്പോയിരുന്നു. ഭർത്താവിൻ്റെ വീട്ടുകാർ. എന്തിന്? കിട്ടിയ സ്ത്രീധനം പോരായിരുന്നത്രേ. പിന്നെ അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് തന്നെ നവമിയെ കുഴിച്ചിട്ടു. അയാൾ തികഞ്ഞ ലാഘവത്തോടെ പറഞ്ഞു. എത്ര ഒതുക്കി വെച്ചിട്ടും എൻ്റെ ഉള്ളിലൊരു ഞെട്ടൽ പുറത്തിയാടി. എന്നിട്ടൊന്നുമില്ല. അയാൾ ഒറ്റ വരിയിൽ ആ സംഭാഷണം മുറിച്ചു. ഓ, അപ്പം നിങ്ങളൊരു ഹൃദയശൂന്യം തന്നെ. അത്രയും സ്നേഹിച്ചിട്ട് അവസാനമായിട്ടൊരു നോക്ക് കാണാൻ പോലും പോവാതെ ഇപ്പോഴും നവമി എന്ന് വിളിച്ച് പുലമ്പുന്ന താങ്കളെ മറ്റെങ്ങനെ വിശേഷിപ്പിക്കാനാ? ഞാൻ വീണ്ടും അയാളെ സംഭാഷണത്തിലേക്ക് ക്ഷണിച്ചു. ഒരുപക്ഷെ ആവാം. ഞാൻ ഒരിക്കലും നവമിയുടെ ഹൃദയം തുറക്കാൻ ശ്രമിച്ചിട്ടില്ല. പലപ്പോഴും എൻ്റെ ഹൃദയം ഒളിപ്പിക്കാനുള്ള വെമ്പലില്ലാതെ മനഃപൂർവ്വം മറന്നതാ. പക്ഷെ ഒരിക്കൽ കൂടി തോൽക്കാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. മരിക്കുമ്പോൾ മാത്രമല്ലേ നമ്മൾ എത്ര ആഴത്തിൽ അവരിലേക്ക് വേരോടിയിരുന്നു എന്നറിയുന്നു. ഋഷി എന്നെ നോക്കി ആർദ്രമായി ചോദിച്ചു. ഞാൻ തലയാട്ടി. അയാൾ വീണ്ടും എന്നോടൊരു ചോദ്യം തുറന്നിട്ടു. മാനെന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ അത്ഭുതപ്പെട്ട അയാളെ നോക്കി. താൻ മാനെന്ന് കേട്ടിട്ടുണ്ടോന്ന്? ഇത്തവണ അയാളുടെ സ്വരത്തിരി പരുഷമായി. പിന്നെ സ്വരമെന്ന് മയപ്പെടുത്തി തുടർന്നു. മാനെന്ന് കേട്ടിട്ടുണ്ടോ? ഇന്തോനേഷ്യയിലുള്ളൊരു ഏർപ്പാടാണത്. മരിച്ചു കഴിഞ്ഞാലും ആഴ്ചകൾ, ചിലപ്പോൾ വർഷങ്ങൾ പോലും മൃതശരീരം സൂക്ഷിക്കും. പിന്നെ അവയെ അണീച്ചൊരുക്കും, അവർക്കായി പ്രാർത്ഥിക്കും, ഭക്ഷണം ഒരുക്കി വെക്കും. അണീച്ചൊരുക്കി പെട്ടിയിലാക്കി വെച്ചിരിക്കുന്ന മുറിയിലെ വിളക്കുകളും ഒരിക്കലും അണക്കാറില്ല. നമ്മുടെ നാട്ടിൽ ക്രമേഷം കഴിഞ്ഞാൽ പിന്നെ 2 നാൾ കൂടി ഒരു കരച്ചിൽ, പിന്നെ ഒരു പക്ഷേ ഉമ്മറത്ത് മാലയിട്ട ഒരു ഛായാചിത്രം. അതോടെ തീർന്നില്ലേ മരിച്ച ആളുമായിട്ടുള്ള ബന്ധം? ആ മനോഹരമായ ചുക്കിച്ചുളിഞ്ഞ ശരീരങ്ങൾ, അല്ലെങ്കിൽ വെളുത്തുരുണ്ട ശവം, ഇവയെല്ലാം ഉറുമ്പിനും പുഴുവിനും ഇട്ടുകൊടുക്കും, അല്ലെങ്കിൽ ഒരു ദയയും കൂടാതെ അങ്ങ് കത്തിക്കും. എന്താണ് നമ്മൾ ഇങ്ങനെയല്ലേ? പക്ഷേ തനിക്കറിയൊരു ദ്രാക്ഷ, എൻ്റെ തട്ടിമ്പുറത്തെ ആ ഒറ്റ ബൾബ് ഒരിക്കലും അണയാറില്ല. ഒരിക്കലും. നവമി അവിടെയുണ്ട്. ഫോർമാൽഡിഹൈഡ്, ഗ്ലൂട്ടറാൽഡിഹൈഡ്, മീഥനോൾ, ഹ്യൂമക്ടൻസ്, പിന്നെ ചില വെയിറ്റിംഗ് ഏജൻസ്, സോൾവെൻസ്. അത്രയും നവമിയുടെ അടർന്നു വീണ കണ്ണുനീർത്തുള്ളികൾ പോലെ സുതാര്യമായ സില്ലുകൂട്ടിൽ ഇട്ടുവെച്ചിട്ടുണ്ട്. നവമിയുടെ ഓരോ പിറന്നാളിനും ആ ദ്രാവകത്തിൽ നിന്ന് ഞാൻ നവമിയെ പുറത്തെടുക്കും. ഇത്തവണ കരിനീല പട്ട് ഞൊറിഞ്ഞൊടുപ്പിച്ചു, മുടി പിന്നിയിട്ട് കനകാംബരം ചൂടിച്ചു, കണ്ണുകൾ എഴുതിച്ചു. ഞങ്ങൾ ആ ദിവസം ആഘോഷിക്കും, ഞങ്ങളുടെ മാത്രം സ്വർഗം. അടുത്ത പിറന്നാളിന് പച്ച നിറമുള്ള പുളിയരക്കര സെറ്റും കൊണ്ടുമതിയെന്നാ നവമി പറഞ്ഞത്. പൊട്ടിപ്പെണ്ണ് ഇപ്പോഴുള്ള കരിനീല സാരി ചുറ്റി കാത്തിരിക്കുകയാണെന്നേ. അടുത്ത പിറന്നാളിന് സെറ്റ് വാങ്ങിക്കൊടുക്കണം. ഋഷിയുടെ മുഖത്ത് പ്രണയം തുളുമ്പി. ഞങ്ങളുടെ സ്വർഗം എത്ര സമാധാനം നിറഞ്ഞാണെന്നോ. അവിടേക്ക് ആർക്കും പ്രവേശനമില്ല, ആർക്കും. അയാൾ വല്ലാതെ കിതച്ചു. ഞാനൊരു പാവകണക്കെല്ലാം കേട്ടിരുന്നു. അത്ഭുതം എന്ന വികാരം എന്നെ മറന്നിരിക്കുന്നു. ഞെട്ടൽ എന്ന പ്രതിഭാസത്തെയും എൻ്റെ ചിന്തകളെ തടഞ്ഞുകൊണ്ട് ശാന്തമായ ഋഷി വീണ്ടും തുടർന്നു. കോഫി കുടിക്കുന്നില്ലേ? ഇല്ല, താങ്കളെ മോഷിപ്പിക്കണമെന്ന് കരുതിയാ കൊടുത്ത ഓർഡർ വിലക്കാണ്ടിരുന്നു. ഞാൻ വരട്ടെ, ബൈ. അയാൾ മേലെ തലയാട്ടി. ഞാൻ എഴുന്നേറ്റ് ബോഗൻവില്ല പടർന്ന ഗേറ്റിലേക്ക് നടന്നു. ഗാർഡൻ്റെ അരികിൽ പിടിപ്പിച്ചിരിക്കുന്ന മഞ്ഞപ്പൂവുകൾ കണ്ടപ്പോൾ മെല്ലെ സ്വയം പറഞ്ഞു, ഓ ഋഷി, എന്നെ സ്നേഹിക്കണ്ട, അതാ നല്ലത്. തോറ്റുപോയിട്ടില്ലെന്ന് സ്വയം വിശ്വസിക്കുക, അത്ര തന്നെ. ഒരിക്കൽ പോലും ഒന്ന് പിന്തിരിഞ്ഞു നോക്കാതെ ഞാൻ നടന്നു. എൻ്റെ ഉള്ളിൽ അപ്പോഴുള്ള വികാരം ഇഷ്ടമുള്ളതെല്ലാം സ്വന്തമാക്കുന്ന ഒരു സ്വാർത്ഥയുടേതായിരുന്നില്ല. മറിച്ച് അയാൾ കോരിയിട്ട വരികളായിരുന്നു, ഹൃദയം തുളച്ച് കളഞ്ഞ വരികൾ. പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ആ ചില്ലുകൂട്ടിൽ ശാന്തമായി ഉറങ്ങുന്ന നവമിയെ കാണുമ്പോഴുണ്ടാകുന്ന ഒരിതുണ്ട്. അപ്പം എൻ്റെ ഉള്ളിൽ അവൾ കലോത്സവത്തിന് പാടിയ വരികൾ അങ്ങനെ ഉടക്കി വലിക്കൂടോ.
ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ, നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ ഒരു സ്വരം പോലും ഇനി എടുക്കാത്തൊരു ഈ ചെവികൾ, നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ അറിവും ഓർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ മരണമെത്തുന്ന നേരത്ത് നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.